ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പെട്ടെന്നൊരു ഒരു സ്ഫോടനം ഉണ്ടായത്. ഡോറുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അപ്പോൾ ഞാൻ കാണാൻ സാധിക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം പൊട്ടി ഒരുവിധം കാര്യങ്ങളെല്ലാം ഡാമേജിലാണ് ഇപ്പോൾ ഈ വീടിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ വൈഫും കൊച്ചുമൊക്കെ വേറെ വീട്ടിലേക്കാണ് ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് പോയി താമസിക്കുന്നത്. ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. മുണ്ടത്തിക്കോട് സ്ഫോടനം നടന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ വലിയൊരു ബോംബ് സ്ഫോടനം നടന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ വീട്ടിലുള്ളത്. വീട് പൂർണ്ണമായും തരിപ്പണമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ വീട്ടിൽ ഏകദേശം എല്ലാ ഗ്ലാസുകളും ജനലുകളും ഒക്കെ പൊട്ടിത്തെറിച്ച അവസ്ഥയിലായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഇവിടെ ഏകദേശം 30ഓളം പേരുണ്ട്. തൊട്ടടുത്ത് ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും വലിയ കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഈ കാണുന്ന ഈ അടുക്കള ഭാഗത്തിൻ്റെ ഈ വാതിലടക്കം പൊട്ടിത്തെറിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. ഇതേ ഭാഗമാണ് എല്ലാ മുറികളിലും എല്ലാ ഗ്ലാസുകളും എല്ലാ മുറികളിലുമുള്ള വാതിലുകളും ഒക്കെ പൊട്ടിച്ചെറിയ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ വീടിൻ്റെ നിലമൊക്കെ ഫുള്ള് ഗ്ലാസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം വലിയ സ്ഫോടനമാണ് ഇന്ന് ഇവിടെ നടന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏകദേശം ഉച്ചക്ക് 3:30 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ഈ മുണ്ടത്തിക്കോട് പാടത്തിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലൊന്നാണത്. സെൽജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണത്. പക്ഷേ ഇവിടെ വീട്ടുകാർക്കൊന്നും വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് വലിയ ഭാഗ്യമായി കരുതുന്നത്. കാരണം അത്രമാത്രം വലിയ ഒരു ഭൂമി കുലുക്കം പോലെയുള്ള ഒരു ശബ്ദത്തോടെ വന്നു. വലിയ സ്ഫോടനം തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നടന്നത്. വീട് പൂർണ്ണമായും വീടിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. സെൽജോയുടെ വീടിൻ്റെ മേൽഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വാതിലുകളും ചുമരുകളൊക്കെ തകർന്നിരിക്കുന്നു. ഈ സ്ഫോടന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളടക്കം ഇവിടെ ഭാഗങ്ങളൊക്കെ തെറിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ സെൽജോ നമ്മളോടൊപ്പം ചേരുകയാണ്. സെൽജോ, എങ്ങനെയായിരുന്നു സംഭവം? എന്തായിരുന്നു ഇത് നമ്മൾ ഒരു പെരുന്നാളായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ പള്ളി പെരുന്നാളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു, 10-30 പേര് ഗസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പെട്ടെന്നൊരു ഒരു സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ശബ്ദമോ അവിടെ നിന്ന് വരാറില്ല ഈ സമയങ്ങളിലൊന്നും, ഉച്ചയ്ക്കൊന്നും അങ്ങനെ. അപ്പോൾ ഇത് വളരെ നമുക്ക് പെട്ടെന്ന് വീടൊന്ന് ഷെയ്ക്ക് ആവുകയും ചെയ്തു. ഒന്നൊരു ചെറിയൊരു വിറയൽ വന്നു. അപ്പോൾ തന്നെ ഞാൻ ഗസ്റ്റുകളെല്ലാവരും പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക, നമുക്ക് ഇതെന്താ സംഭവം എന്നറിയില്ല. പിന്നെ അതിന് ശേഷം പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ വലിയ വലിയ ശബ്ദങ്ങളാണ് വന്നുവരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഓടി. അതിന് ശേഷമാണ് ഇവിടുന്ന് ഇപ്പോൾ ആ റൂമിലും ഒരു 2-3 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ഈ ഗ്ലാസ് പൊട്ടിയപ്പോൾ എനിക്ക് എല്ലാവരും ഇറങ്ങി ഓടി വന്ന് എല്ലാവരും പുറത്തേക്ക് ഓടുകയുണ്ടായത്. അത് നമുക്ക് ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതിൻ്റെ ഈ ആഫ്റ്റർ എഫക്ട്സ് എന്താ, ഡെപ്ത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വേഗം നമ്മൾ സ്വയരക്ഷാർത്ഥം ഇറങ്ങി ഓടുകയാണ് ഇതിലുണ്ടായത്. ഈ വീടിൻ്റെ ഏകദേശ വാതിലുകളും ജനലുകളും തകർന്ന നിലയിലാണല്ലേ? അതെ അതെ. അത് ഈ ഒരു ഭയങ്കര ശബ്ദം ഉണ്ടായത് മൊത്തം ഷെയ്ക്കായപ്പോൾ പിന്നെ എന്തോ ഈ റൂം ഡോറുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അപ്പോൾ ഞാൻ കാണാൻ സാധിക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം പൊട്ടി ഒരുവിധം കാര്യങ്ങളെല്ലാം ഡാമേജിലാണ് ഇപ്പോൾ ഈ വീടിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ വൈഫും കൊച്ചുമൊക്കെ വേറെ വീട്ടിലേക്കാണ് ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് പോയി താമസിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യം ഒത്തിരി മോശമായതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. ഫുള്ള് ഗ്ലാസ്സുകളും ഒക്കെ പൊട്ടി ചെതറി നിരക്കെടുക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് വീട്. ഇത് മുൻ വർഷങ്ങളിലും ഇവിടെ ഇങ്ങനെ സ്ഫോടന വസ്തു ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നതല്ലേ അല്ലേ, വെടിക്കെട്ട് സാധനങ്ങളൊക്കെ? അതെ അതെ. എൻ്റെ ചെറുപ്പകാലം മുതലേ ഇവിടെ നിർമ്മിക്കലും അതേപോലെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് നമ്മളത്ര ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളത്ര ചിന്തിച്ചിട്ടില്ല ആക്ച്വലി, സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കളൊക്കെ ഇപ്പോൾ എങ്ങോട്ട് മാറി? ബന്ധുക്കളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയി. അവർക്ക് ചെറിയ ചെറിയ പരിക്കുകൾ സംഭവിച്ചു. ഇവിടുന്ന് ഇറങ്ങി ഓടുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ഈ ഷെല്ലുകൾ പൊട്ടിയിട്ട് ചെറിയ ചെറിയ കണികൾ വന്നിട്ട് നഖത്തിലും അല്ലെങ്കിൽ കയ്യിലൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പൊള്ളലുകൾ സംഭവിച്ചു. അതിനുശേഷം പിന്നെ ഇവിടുന്ന് ഗ്ലാസ്സുകൾ തെറിച്ചിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാവരും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടിയിട്ട് നേരെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ട്? ഇവിടെ തെറിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷെല്ല് ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ഈ ഡോർ അങ്ങനെ പൊട്ടാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാതെ വേറെ പൊട്ടാൻ സാധ്യതയില്ല. ഈ മരത്തിൻ്റെ ഡോറൊക്കെ അങ്ങനെ 2-3 പീസായി കിടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കാനാണ് ഒരു സാധ്യത എന്നാണ് എൻ്റെ നിഗമനം. ഈ മേൽഭാഗത്താണ് കൂടുതൽ അപകടം പറ്റിയെന്ന് തോന്നുന്നു അല്ലേ വീടിന്? അതെ. താഴത്തെ ഭാഗത്ത് ഇപ്പോൾ
കിച്ചണിൽ കണ്ടില്ലേ, അവിടെയും ഓൾറെഡി ഗ്ലാസ്സുകൾ പൊട്ടിയ നിലയിൽ തന്നെയാണ്. ഇപ്പോൾ മുകളിലാണ് കൂടുതലും ഡോറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെയുള്ള സാഹചര്യം മുകളിലുണ്ടായത്. അത്രയും പ്രഷറിൽ വന്ന് അടിച്ചത് കൊണ്ടായിരിക്കണം ഇവിടെ ഇത്രയും ഉണ്ടായി എന്ന് കരുതുന്നു. ഈ ഭിത്തികൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഭിത്തികൾ അവിടെയൊക്കെ വിണ്ട് കിടക്കുകയാണ്. ഇവിടെ ഈ സൈഡൊക്കെ വിണ്ട് കിടക്കുകയാണ്. ഈ ഭിത്തികൾ ഈ സൈഡ് വിണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, ഈ ചെമ്മിരികൾ, കട്ടിലുകളിലെല്ലാം അവിടെ ഫ്രണ്ടിൽ കാണുന്ന കട്ടിലാണെങ്കിലും വിണ്ടിട്ടുണ്ട്. അവിടെ നിന്നും ഈ സിമെൻറ്റിൻ്റെ പീസ് പോയിട്ടുണ്ട്. അതാകെ വിണ്ട് കിടക്കുന്ന ലെവലിലാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഗ്ലാസ്സുകൾ മൊത്തം ജനലിൻ്റെ പാളി ഗ്ലാസ്സുകൾ ഒരു 75% പൊട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്ന് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനാവും തോന്നുന്നില്ല. കാരണം നാളെ ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങളുണ്ടാവും, ഇതെങ്ങനെ ചെയ്യണം, അവരാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇനിയിപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് സംഭവിക്കാമെന്ന് അറിയില്ല. നമ്മൾ ഈ നഷ്ടപരിഹാരത്തിന് സർക്കാരോട് ആവശ്യപ്പെട്ടില്ലേ? നമുക്കത് അവർ വേണ്ട രീതിയിൽ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യമാണല്ലോ നമുക്കുള്ളത് കണ്ടത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ്. പുറകു വശത്തേക്ക് ഒന്ന് പോയി നോക്കാം. അത്രമാത്രം ഡാമേജ്ഡായ ഒരു സിറ്റുവേഷനാണ് ഈ പുറകു ഭാഗത്തൊക്കെ ഉള്ളത്. പൂർണ്ണമായും ഇവിടെ ഒരു വലിയൊരു ബോംബ് സ്ഫോടനം, വൻ സ്ഫോടനം നടന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം. ഇതാ ഈ ചികിളുകളടക്കം ഇതടക്കം ഇതിൻ്റെ അവിടെ നിന്ന് തെറിച്ച് വന്ന ഒരു സ്ഫോടക വസ്തുവിൻ്റെ ഒരു അവശിഷ്ടമാണത്. ഇത്ര വലിയ സ്ഫോടനം നടന്ന ഇവിടെയൊക്കെ കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിലവിലുള്ളത്. ഇത് സെൽജോയുടെ മാത്രം ഒരു അവസ്ഥയല്ല. കാരണം ഈ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പല വീടുകളിലും, ഭൂരിഭാഗം വീടുകളിലും എന്ന് തന്നെ പറയാം, അത്രത്തോളം ഡാമേജാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ജനലുകളും വാതിലുകളും ഒക്കെ ഈ വീട്ടുകാരുടെ ഈ തൊട്ടടുത്ത വീട്ടിലൊക്കെ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് കൃത്യമായ ഒരു നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്.